ഹായ് ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായി സന്തോഷമായിട്ടിരിക്കുന്നു. ഇന്ന് മക്കൾക്കൊക്കെ അവധിയുള്ള ദിവസമല്ലയോ? ഇന്ന് വിദ്യാഭ്യാസം എന്തായതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ അവധിയാണല്ലോ. ഇന്ന് നമുക്ക് നമ്മുടെ ബ്ലോഗെന്ന് വെച്ചാൽ ഒരു ചെറിയ രസക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അമ്മ ആണ് രസം ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്ക് മീൻ കിട്ടിയത് ചെറിയ മീനാണ്, ചൂടമീനാണ്. ചൂടയെന്ന് വെച്ചാൽ നെത്തോലി. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തു പേരാണ് പറയുന്നത്? ഞങ്ങൾ ചൂടയെന്നാണ് പറയുന്നത്. അപ്പം ചൂട പീര പറ്റിച്ച് തക്കാളി മല്ലിയിലയൊക്കെ ഇട്ട് രസം വെച്ചാൽ നല്ല കോമ്പിനേഷനാണ് ചോറിൻ്റെ കൂടെ. അപ്പോൾ അങ്ങനെ അമ്മ രസക്കറി ഉണ്ടാക്കുക. അടുപ്പ് ഗ്യാസ് കത്തിച്ചു, ചട്ടി വെച്ച് ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടിച്ചു, ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് മൂപ്പിച്ച് അതൊരു ഗോൾഡൻ കളറാകുമ്പോഴത്തേക്കിന് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതും ഒരു ഗോൾഡൻ കളറാകുമ്പോഴത്തേക്കിന് പിന്നെ കറിവേപ്പിലയും ഇട്ട് ചെറിയൊരു തക്കാളി കഴുകി വൃത്തിയാക്കി അത് 5-6 കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അതും അതിൻ്റെ കൂടെ ഇട്ട് യോജിപ്പിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതൊരു പേസ്റ്റ് രൂപത്തിലാകുന്നിടം വരെ നന്നായി ഇളക്കണം. അതിനു മുമ്പ് നമ്മളൊരു വാളംപുളി, പിഴുപുളി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ പിഴുപുളി എന്നാണോ വാളംപുളി എന്നാണോ പറയുന്നത്? അത് കുറച്ച് ഒരുണ്ട എടുത്ത് പച്ചവെള്ളത്തിൽ ഒരു ബൗളിലിട്ട് അത് കുതിരാൻ വെക്കണം. അതിന് ഇത് നന്നായിട്ട് തക്കാളി ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒരു പേസ്റ്റ് രൂപത്തിലായി കഴിഞ്ഞാൽ നമ്മൾ പൊടികളൊക്കെ ഇടത്തുള്ളൂ. നമ്മൾ ഇടുന്ന പൊടികളെന്ന് വെച്ചാൽ കുരുമുളകെന്ന് വെച്ചാൽ ചെറിയ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് അവർക്ക് എരി അത്ര ഇഷ്ടമല്ലല്ലോ. വലിയവർക്കൊക്കെ അല്ലേ എരി കൂടുതൽ താല്പര്യം, കുഞ്ഞുങ്ങൾക്ക് അത്ര എരി ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു സ്പൂണ് 1.5 സ്പൂണ് മുളക് പൊടിയും പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ പച്ച മണം മാറുമ്പോൾ ഒരു പച്ച കുത്തുമണമുണ്ട്, അത് മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ പുളിവെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിളക്കും. ഇതിപ്പോൾ നന്നായി ഇളക്കി ഒരു ബ്രൗൺ കളറാകുന്നിടം വരെ ഇളക്കണം. ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികളെല്ലാം യോജിപ്പിച്ചതിന് ശേഷമേ നമ്മൾ പുളിവെള്ളം അതിലേക്ക് ഒഴിക്കത്തുള്ളൂ. പുളി ഇട്ട് വെച്ചേക്കുന്ന വെള്ളം നന്നായിട്ട് അത് പിഴിഞ്ഞ് അതിൻ്റെ പുളിയോട് കൂടി അതിൻ്റെ ആ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കും. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അത് അങ്ങോട്ട് പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. ആ മണം കേട്ടാൽ തന്നെ നമ്മുടെ വയറ് നിറയും. കായത്തിൻ്റെയും കുരുമുളകിൻ്റെയും എല്ലാം ഒരു വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ഒരു മണം, നല്ല മണം. ആ മണം കേൾക്കുമ്പോഴേ നല്ലൊരു മനസ്സിനൊരു സന്തോഷമാണ്. അന്നേരം നമ്മുടെ വയറ് നിറയും. ഒരുപാട് ഉപ്പൊന്നും നമ്മൾ ഇടരുത്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടതിന് ശേഷം അതൊന്ന് നന്നായിട്ട് ഇളക്കി ചേർത്ത് അത് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇടയ്ക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കണം. നല്ല മണവും നമ്മുടെ വയറിനൊക്കെ നല്ലതല്ലയോ, പനിക്കൊക്കെ നല്ലതാണ് ഈ രസമെന്ന് പറയുന്നത്. അതിനകത്ത് കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേരുന്നതുകൊണ്ട് വയറുവേദനയോ പിന്നെ നമുക്ക് പനിയൊക്കെ വരുമ്പം ഒരിച്ചിരി രസമൊക്കെ വെച്ച് കൂട്ടിയാൽ നല്ലതായിരിക്കും. അതിന് ശേഷം നമ്മൾ അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മല്ലിയില കുനുകുന അരിഞ്ഞ് അതിനകത്തോട്ടിട്ട് യോജിപ്പിച്ചിളക്കണം. ഇളക്കി
നന്നായിട്ട് യോജിപ്പിച്ച് ഇളക്കണം. ഇളക്കി അത് തിളയ്ക്കുമ്പോൾ നമ്മൾ അത് ഇളക്കി ഒന്ന് ടേസ്റ്റൊക്കെ നോക്കുമ്പോൾ അടിപൊളി ടേസ്റ്റായിരിക്കും. നിങ്ങൾ വീട്ടിൽ രസക്കറിയൊക്കെ വെക്കാറുണ്ടോ കൂട്ടുകാരെ? നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ? ഇതിൻ്റെ ഇടയ്ക്ക് അമ്മയല്ലേ വെക്കുന്നത്. അപ്പോൾ അമ്മ അത് കുറച്ച് കയ്യിലെടുത്ത് ടേസ്റ്റ് നോക്കുക, അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുന്നു, സൂപ്പറാന്നൊക്കെ പറയുക. അമ്മ വെക്കുന്ന കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കൂടുതലും അമ്മയാ കറികളൊക്കെ വെക്കുന്നത്. ഒരു കൈപ്പുണ്യം തന്നെ ഉണ്ട്. നല്ല അടിപൊളിയാണെന്ന് പറയുക അമ്മ സന്തോഷത്തോടെ. നല്ല അടിപൊളി ടേസ്റ്റുള്ള രസക്കറിയാണ്. നിങ്ങളും ഇതുപോലൊന്ന് വെച്ച് നോക്കൂ കൂട്ടുകാരെ. എല്ലാവർക്കും ഇതിഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും